ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ടൈലറിങ് കമ്പനിയിലാണ്. അവിടെയുള്ള ടൈലേഴ്സിനെ കൊണ്ടൊക്കെ ഞാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കാണുമ്പോൾ അവർ പറയും, മാഡം ഹിന്ദി में एक वीडियो बनाओ ना. അതിലെ ധ്വനി എന്താണെന്ന് വെച്ചാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചു, വെറുപ്പിക്കൽ കാണണം എന്നത് മനസ്സിലാവുന്ന ഭാഷയിൽ കണ്ടാൽ അത്രയെങ്കിലും ഒരു ആശ്വാസം ഉണ്ടല്ലോ. അതാണ് അവർ. ഇനി ഞാൻ എൻ്റെ ഹിന്ദിയെ പറ്റി. എൻ്റെ ഹിന്ദിക്ക് ജാതിയില്ല, മതമില്ല, സ്ത്രീലിംഗമില്ല, പുല്ലിംഗമില്ല. ഈ കർത്ത, കർത്തി, കർത്തേ, കർത്തു ഇതൊന്നും പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വിലപ്പോവില്ല. കമ്പനിയിലെ CEO തൊട്ട് ഡ്രൈവർ വരെ പായിട്ട് തോറ്റതാണ്. ഞാനിപ്പോൾ ഏത് രീതിയിൽ ഹിന്ദി സംസാരിച്ചാലും ചിലപ്പോൾ എൻ്റെ ഹിന്ദിയിലില്ലാത്ത വാക്കുകൾ വരെ ഞാൻ സൃഷ്ടിച്ചെടുക്കും. അങ്ങനെ സംസാരിച്ചാലും എൻ്റെ ഡ്രൈവേഴ്സായാലും എൻ്റെ ടീം മെമ്പേഴ്സായാലും കറക്റ്റായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ടാസ്ക് കൃത്യമായിട്ട് പോയി ചെയ്തു വരും. അതാണ് ഈ 4 വർഷം കൊണ്ട് ഞാൻ അച്ചീവ് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അവിടെ. ആ ടോപ്പിക് അവിടെ നിൽക്കട്ടെ. ഹിന്ദിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഹിന്ദിക്കാരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പനീർ ബട്ടർ മസാല ഉണ്ടാക്കാം നമുക്ക്. ഇതൊരു പരീക്ഷണമല്ല, ഇത് ഞാൻ പയറ്റി തെളിഞ്ഞൊരു സാധനമാണ്. പണ്ട് എപ്പോഴോ ഏതോ ഒരു യൂട്യൂബ് ചാനലിൽ കണ്ട് ഉണ്ടാക്കി ഇപ്പം എനിക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് പനീർ ബട്ടർ മസാല. വളരെ വളരെ ഈസി റെസിപ്പിയാണ്. നിങ്ങൾ കണ്ട പോലെ സബോള, തക്കാളി, വറ്റൽമുളക് ബട്ടറിൽ നല്ലോണം വഴറ്റുക. ഈ വഴറ്റിയതിലേക്ക് ആക്ച്വലി കാഷ്യൂം ആഡ് ചെയ്യണം. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്തില്ല. അത് നല്ലോണം എല്ലാം വഴറ്റി കഴിഞ്ഞിട്ട് നമ്മളത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതേ പാനിലേക്ക് 1 സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ 1 സ്പൂൺ വീണ്ടും ബട്ടർ ഇട്ടാലും കുഴപ്പമില്ല. അതിലേക്ക് എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ ഇടും. ഇത് നമ്മൾ ഇടുന്നത് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നല്ലോണം ചൂടായി അതിൻ്റെ ഒരു പച്ച മണം മാറിക്കഴിയുമ്പോൾ നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞ് ആ അരപ്പും ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഒഴിക്കുന്നത് പാലാണ്. ഇതിലേക്ക് വെള്ളം ഒഴിക്കരുത്. അരയ്ക്കുമ്പോഴും വെള്ളം ഒഴിക്കരുത്. അരയ്ക്കുമ്പോഴും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പാലൊഴിച്ച് അരയ്ക്കാം. അതല്ല, ഇതിലേക്ക് നമുക്ക് ഗ്രേവി കുറച്ചും കൂടി ആക്കി എടുക്കണമെങ്കിലും പാലൊഴിക്കുക. വെള്ളം തൊടുക ചെയ്യരുത്. അപ്പോൾ ഇത് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ പനീർ ഇടും അതിലേക്ക്. അത് പനീർ ഇട്ട് കഴിഞ്ഞിട്ടും 2 to 3 minutes അത് അവിടെ കിടന്ന് തിളയ്ക്കട്ടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗരം മസാല ആഡ് ചെയ്യും. ഗരം മസാല ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കസൂരി മേത്തി ആഡ് ചെയ്യും. ഇത് ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്യണതാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇടാറുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എരിവ് ഒരിത്തിരി മുന്നോട്ട് നിൽക്കുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു നുള്ള് പഞ്ചസാര ഇട്ടിട്ട് അത് ബാലൻസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇത്ര സിമ്പിൾ റെസിപ്പിയാണ്.